ഒരു വിവാഹം കഴിച്ചിട്ട് അത് ഏതോ കുഫ്രീണ അല്ലെങ്കിൽ ഷിർക്കീണ ഒരു മമ്മൂക്കാന്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കണെച്ചെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് തൗഹീദ് കൊടുത്താൽ മതി. ആ കുട്ടി തൗഹീദിലേക്ക് വന്നു കഴിഞ്ഞാല് പറ്റുമെങ്കിൽ മമ്മോക്കാക്കും കോയാക്കാക്കും അയമ്മോക്കാക്കും ഒക്കെ കൊടുക്കാം. ഒരു വരുന്നില്ലെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. ഓലെ ഹൃദയം അതുപോലെ ചെവി അടച്ചിക്കാൻ നമ്മൾ എന്ത് ചെയ്യാ? പക്ഷെ നമ്മളെ കൂടെ കഴിയുന്ന ആളുകൾക്ക് നമ്മള് ആ തൗഹീദ് കൊടുത്താൽ മതിയേ. പിന്നെ മൗലവി പറയാണ്, ഞങ്ങള് മുസ്ലിക്കത്തായ പെണ്ണുങ്ങളെ കണ്ട് കിട്ടും, കെട്ടിയിട്ട് അവരാണ് മുസ്ലിമാക്കും. അത് പോരേന്ന്. ഒന്നാമത്തെ ചോദ്യോ, അപ്പൊ ഇനിയിപ്പോ എന്താക്കാ? ഏതെങ്കിലും ആ മുസ്ലിം പെണ്ണുങ്ങളെ കെട്ടുക, എന്നിട്ടാണ് മുസ്ലിം ആക്കിയ പോരെ എന്നാണ് ഇപ്പൊ മൂപ്പര ചോദ്യം. എന്റെ പൊന്നാര ചങ്ങായി, ഒന്ന് നിങ്ങൾക്ക് കെട്ടിച്ചു തരുന്ന വലിയ മുശ്രിക്കാണെങ്കിൽ, മുസ്ലിം അല്ലെങ്കിൽ ആ നിക്കാഹ് തന്നെ കെട്ടിച്ചു തരണ നിക്കാഹ് തന്നെ സ്വയല്ല, അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ നിങ്ങള് ആ കെട്ട് പിന്നീട് മുസ്ലിം ആക്കലൊക്കെ പോരെതെങ്ങനെ പറഞ്ഞ് അതിന് ഖദീജ ബീവിന്റെ കഥ പറഞ്ഞു കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അത് ഖുർആൻ കൊണ്ട് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ മുശ്രിക്കായ ഒരു സ്ത്രീയെ കെട്ടുക, പിന്നെ അങ്ങോട്ട് മുസ്ലിമാക്കുക. മുശ്രിക്കത്തായ പെണ്ണ് എന്നുള്ളവർക്ക് മുശ്രിക്കത്തിനെ കെട്ടാനേ പാടില്ല. ഒന്ന് രക്ഷിതാവ് കാഫിറായ പിന്നെ ആ മുശ്രിക്കായാൽ ആ രക്ഷിതാവ് നിക്കാഹ് ചെയ്തു കൊടുത്താൽ സ്വയാവൂല. പിന്നെ പെണ്ണ് മുശ്രിക്കത്താണെങ്കിൽ ആ മുശ്രിക്കത്തിനെ കെട്ടലും സ്വയല്ല. സ്വഹീഹല്ലാത്ത ഇടപാട് നടത്തിയാല് പിന്നീട് അവര് മുസ്ലിമായിട്ട് കാര്യമില്ല. കാഫിറായ ആള് നിക്കാഹ് ചെയ്തെന്ന നിക്കാഹ് ശരിയാകുമോ? അവൻ ചെയ്യണത് പച്ച വ്യഭിചാരല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം കഴിച്ചത് ഖദീജ ബിൻത് ഖുവൈലിദിനെയാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ച ഖദീജ ബീവി മുസ്ലിം ആയിരുന്നില്ല. ആദ്യമായി കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വിശ്വസിക്കുന്ന വനിത ഖദീജ ബിൻത് ഖുവൈലിദാണ്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, വഹാബികൾ എത്രമാത്രം വിവരക്കേടാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നതിന് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്, അവരുടെ പ്രവർത്തനം എത്രമാത്രം അന്ധമില്ലാത്തതാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് പടുജാഹിലായ ചില കാക്കമാര് യൂട്യൂബിൽ വന്നുകൊണ്ട് ഇസ്ലാം പറയാൻ നിൽക്കുക. അപ്പൊ പടുജാഹിലുകൾ യൂട്യൂബിൽ വന്ന് ഇസ്ലാം പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഇന്ന് വഹാബികളുടെ പതിവെന്താണ്? സുന്നികളൊക്കെ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് പറയുകയും ആ മുശ്രിക്കുകളായ സുന്നികൾ, ആ സുന്നി മുശ്രിക്കുകൾ, ഇവരുടെ ഭാഷയിൽ മുശ്രിക്കുകൾ, കാഫിറുകൾ, അവര് വിവാഹം ചെയ്തു കൊടുക്കുന്നു മകളെ. ആ മകളെ കെട്ടാൻ ഇവർക്ക് ഉഷാറും. അപ്പൊ ഒരു മുശ്രിക്ക് വലിയാകാൻ പറ്റുമോ? രക്ഷിതാവാകാൻ പറ്റുമോ? നിക്കാഹി ചെയ്തു കൊടുക്കുന്ന രക്ഷിതാവായിട്ട് മുശ്രിക്ക് വരാൻ പറ്റുമോ? ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് പാടില്ല, നിക്കാഹ് ബാത്തുലാണ് എന്ന്. എന്നാൽ വഹാബികളുടെ നിക്കാഹോ മുശ്രിക്കായ പിതാവ് ചെയ്തു കൊടുത്ത നിക്കാഹ് ബാത്തുലാണ്. അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ആ നിക്കാഹ് ബാത്തിലാണെങ്കിൽ ആ നിക്കാഹിനാൽ ഉണ്ടാകുന്ന മക്കളോ ആ നിക്കാഹ് ബാത്തിലായ നിക്കാഹ്. അപ്പൊ നിക്കാഹ് സ്വഹീഹ് അല്ലെങ്കിൽ അവിടെ വിവാഹം നടന്നിട്ടില്ല. വിവാഹം നടക്കാതെ പിന്നെയും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തിനാൽ ഉണ്ടാവുന്ന മക്കള് ജാരസന്താനങ്ങളാണ്. ഇത് പറയുമ്പോ ഇതിനെ ന്യായീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കാരണം കല്യാണം കഴിക്കുന്നവർക്ക് വലിയ സുന്നികളെ വേണം. അതുപോലെ മുശ്രിക്കത്തായ ഒരു സ്ത്രീ, സുന്നികളൊക്കെ മുശ്രിക്കത്താണല്ല ഇവരുടെ ഭാഷയിൽ, മുശ്രിക്കത്തായ സ്ത്രീ കെട്ടാൻ പറ്റുമോ? വിശുദ്ധ ഖുർആന്റെ നസ്സിന് വിരുദ്ധമാണ്, ഇജ്മാഇന് വിരുദ്ധമാണ്. ഇത് ചോദിക്കുമ്പോ ഒരു പടുജാഹിലായ ഫുലാൻ പറയാണ്, ഖദീജ ബീവിനെ കെട്ടിയില്ലേ? ഖദീജ ബീവി
എന്നെ കെട്ടിയില്ലേ, എന്റെ പടുജാഹിലെ ഖദീജ ബീവി മുശ്രിക്കത്താണോ അല്ലേ എന്നത് മറ്റൊരു വിഷയം. ഇസ്ലാമിക പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിലും, ഖദീജ ബീവിയുടെ രക്ഷിതാവ് നബി തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും, ഇസ്ലാമിക നിയമം മുശ്രിക്കത്തായ സ്ത്രീകളെ കെട്ടാൻ പാടില്ല എന്ന നിയമം വരുന്നതിനു മുമ്പുണ്ടായ സംഭവങ്ങളാണത്. നിയമം വന്നതിന് ശേഷം വീണ്ടും ആ നിയമം ബാധകമാവുകയില്ല എന്ന തിരിച്ചറിവെങ്കിലും അന്തമില്ലാത്ത വഹാബികളെ നിങ്ങൾക്ക് വേണം. എന്നിട്ട് സുന്നികളായ സ്ത്രീകൾ മുശ്രിക്കത്താണ് എന്ന് നിങ്ങൾ പറയുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത് വ്യഭിചാരമാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീ മക്കൾ ജാരസന്തതികളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നമ്മൽ കാഫിറു ഫലാ വിലായത ലഹു അലാ മുസ്ലിമത്തിൻ ബിഹാലി. ഒരു കാഫിറായ രക്ഷിതാവാണെങ്കിൽ, അതെ സുന്നികളൊക്കെ കാഫിറും മുശ്രിക്കുമാണെന്നാണ് നിങ്ങളെ വാദം, ഒരിക്കലും തന്നെ മുസ്ലിം സ്ത്രീയുടെ മകൾ മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിം സ്ത്രീകളുടെ മേലിൽ ഈ കാഫിറായ രക്ഷിതാവിന് അധികാരമില്ല, വിലായത്തില്ല. അപ്പൊ സുന്നികളായ രക്ഷിതാക്കൾ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അവരുടെ മക്കളെ മേൽ അവർക്ക് അധികാരമില്ല. ബി ഇജ്മാഇ അഹ്ലിൽ ഇൽമ്, പണ്ഡിതന്മാർ അതിൽ ഏകോപിച്ചിരിക്കുന്നു. ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇത് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഗ്നി. ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, അജ്മഅ അലാ ഹാദാ കുല്ലു മൻ നഹ്ഫളു മിൻ അൻഹു മിൻ അഹ്ലിൽ ഇൽം. ലോക പണ്ഡിതന്മാർ അതിൽ ഏകോപനമുണ്ട് എന്ന് ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ മുശ്രിക്കായ സ്ത്രീകളെ, മുശ്രിക്കായ രക്ഷിതാക്കൾ നിങ്ങൾക്ക് ചെയ്ത നിക്കാഹ് നിങ്ങൾ സ്വീകരിക്കുക? ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഈ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ നിയമമല്ല പിന്നീട് ഉണ്ടായത് എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് ചെയ്ത നിക്കാഹൊക്കെ തൽക്കാലം ഒന്ന് മാറ്റണം എന്ന് ഓർമ്മപ്പെടുത്താണ്. ആദ്യകാലത്തുള്ള നിയമം പിന്നീട് ഉണ്ടായതല്ല. ഖദീജാബിയുടെ കഥയുമായി വരേണ്ടതില്ല. ഖദീജാബിയുടെ കഥ ആദ്യകാലത്തുണ്ടായതാണ്. അത് ആദ്യകാലത്ത് അവിടെ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് അത് ദുർബലമാക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായ നിക്കാഹ്, അതാണല്ലോ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ നിങ്ങൾക്ക് അനുവദിക്കും? നിങ്ങളുടെ ഭാര്യമാരുടെ രക്ഷിതാക്കൾ സുന്നികളായ നിങ്ങളുടെ വാദപ്രകാരം ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഭാര്യമാരെ രണ്ടാമത് മുസ്ലിം രക്ഷിതാക്കളെ കൊണ്ട് നിങ്ങൾ നിക്കാഹ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അവളെ തൊടുന്നത് ഹറാമായ തൊടലാണ്. ബാത്തിലായ നിക്കാഹിനാൽ തൊടാൻ പാടില്ല. ബാത്തിലായ നിക്കാഹിനാൽ നിങ്ങൾ ബന്ധപ്പെടുന്നത് വ്യഭിചാരമാണ്. നിങ്ങളുടെ മക്കൾ ജാരസന്തതികളാണ്. ഇനി ഈ സ്ത്രീകൾ സുന്നിയായ നിങ്ങളുടെ വാദപ്രകാരം ശിർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, ശിർക്കിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ, ഇസ്തിഗാസ അനുവദനീയമാണെന്ന് പറയുന്ന സ്ത്രീകൾ മുശ്രിക്കത്താണ്. മുശ്രിക്കത്തുകളെ കെട്ടാൻ പറ്റുമോ? വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന. ഖുർആന പറയുന്നത് മുശ്രിക്കത്തുകളായ സ്ത്രീകൾ നിങ്ങൾ നിക്കാഹ് ചെയ്യരുത്. എന്നിട്ട് ഇവര് സ്ത്രീകളെ, സുന്നികളായ സ്ത്രീകള് ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറയുകയും നിക്കാഹ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഖുർആന് വിരുദ്ധമല്ലത്. അതുപോലെ സ്ത്രീകൾ, ഖുർആൻ പറയുന്നു വലാ തുൻകിഹുൽ മുശ്രിക്കീന, മുശ്രിക്കുകളായ പുരുഷന്മാർക്ക് നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത്. സുന്നികളായ പുരുഷന്മാർക്ക് സ്ത്രീകളെ കെട്ടിച്ചു കൊടുക്കരുത്. മുശ്രിക്കത്താണ് അവര്. നിങ്ങളുടെ ഭാഷയിൽ ഹൈലാ തുസവ്വിജുൽ മുസ്ലിമത്ത മിനൽ മുശ്രിക്കി, മുസ്ലിമത്തായ സ്ത്രീയെ മുശ്രിക്കിന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. എത്രമാത്രം അജ്മഅത്തുൽ ഉമ്മ, ഏകോപനമുണ്ടല്ല അന്നൽ മുശ്രിക്കലായ ഉൽ മുഅ്മിനത്ത. ഒരു മുശ്രിക്കായ പുരുഷൻ ആണെങ്കിൽ ഒരിക്കലും തന്നെ ഈമാനുള്ള സ്ത്രീയെ വത്ത് ചെയ്യാൻ പാടില്ല, ബന്ധപ്പെടാൻ പാടില്ല എന്നത്. ഇങ്ങനെ ഇജ്മാ ഉള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. ഇത് ഖുർആനിലുണ്ട്, ഇനി വഹാബികളുടെ ഫത്വകളിലുമുണ്ട്. എന്താണ്? അൽ മുശ്രിക്കത്തു
ഇൻകാനത്ത് വസനിയത്തൻ മിസ്ലു വസനിയത്തി തഅബ്ബുദിൽ ഖുബൂർ, നിങ്ങളുടെ ഖബർ ആരാധന എന്നൊക്കെ പറയുന്ന ഇസ്തിഗാസല്ലേ, നിങ്ങൾ പറയുന്ന ഹാദസിവാജു ബാത്തില, മുശ്രിക്കത്തായ സ്ത്രീകളെ, അതായത് നിങ്ങളുടെ ഇസ്തിഗാസ ചെയ്യുന്ന വഹാബി പുരോഹിതൻ എഴുതുകയാണ്, ഇബ്നു ബാസ് എഴുതുകയാണ്, മുശ്രിക്കത്തായ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പാടില്ല. വല തങ്കിഹുൽ മുശ്രിക്കാത്തി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത് ബാത്തിലാണ് എന്ന് ഇബ്നു ബാസും എഴുതിയിട്ടുണ്ട്. അതുപോലെ രക്ഷിതാവ് കാഫിറാണെങ്കിൽ കെട്ടാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഇബ്നു ബാസ് ഫത്വ എന്താൽ കാഫിറു മാ ലഹു വിലായ, കാഫിറിന് അധികാരമില്ല, വിലായത്തില്ല, വലിയാകാൻ പറ്റൂല. ഇനി പറയൂ, നിങ്ങൾ ഈ ചെയ്യുന്ന നിക്കാഹുകൾ ബാത്തിലല്ലേ? ബാത്തിലായ നിക്കാഹ് നിങ്ങൾ ഇനിയും തുടരുന്നത് ഹറാമല്ലേ, വ്യഭിചാരമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വഹാബികൾ മുഴുവനും വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ മക്കൾ മുഴുവനും ജാരസന്തതികളല്ല. അതിനെ ന്യായീകരിക്ക ഖദീജ ബീവിന്റെ കഥയും പറഞ്ഞിട്ട്. പിന്നെ മൗലവി പറയാണ്, ഞങ്ങള് മുസ്ലിക്കത്തായ പെണ്ണുങ്ങളെ കണ്ട് കിട്ടും, കെട്ടിയിട്ട് അവരാണ് മുസ്ലിമാക്കൂ. അത് പോരെയാണ്. ഒരു വിവാഹം കഴിച്ചിട്ട് അത് ഏതോ കുഫ്രീണ അല്ലെങ്കിൽ ഷിർക്കീണ ഒരു മമ്മൂക്കാന്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കണെച്ചെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് തൗഹീദ് കൊടുത്താൽ മതി. ആ കുട്ടി തൗഹീദിലേക്ക് വന്നു കഴിഞ്ഞാല് പറ്റുമെങ്കിൽ മമ്മൂക്കാക്കും കോയാക്കാക്കും അയമ്മോക്കാക്കും ഒക്കെ കൊടുക്കാം. ഒരു വരുന്നില്ലെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. അതുപോലെ ഹൃദയം അതുപോലെ ചെവി അടച്ചിക്കാൻ നമ്മൾ എന്ത് ചെയ്യാ? പക്ഷെ നമ്മളെ കൂടെ കഴിയുന്ന ആളുകൾക്ക് നമ്മള് ആ തൗഹീദ് കൊടുത്താൽ മതിയേ. ഒന്നാമത്തെ ചോദ്യോ, അപ്പൊ ഇനിയിപ്പോ എന്താക്കാ, ഏതെങ്കിലും ആ മുസ്ലിം പെണ്ണുങ്ങളെ കെട്ടാ, എന്നിട്ടാണ് മുസ്ലിം ആക്കിയ പോരെ എന്നാണ് ഇപ്പൊ മൂപ്പര ചോദ്യം. എന്റെ പൊന്നാര ചങ്ങായി, ഒന്ന് നിങ്ങൾക്ക് കെട്ടിച്ചു തരുന്ന വലിയ മുശ്രിക്കാണെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ആ നിക്കാഹ് തന്നെ കെട്ടിച്ചു തരണ നിക്കാഹ് തന്നെ സ്വയല്ല, അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ നിങ്ങള് ആ കെട്ട് പിന്നീട് മുസ്ലിം ആക്കലൊക്കെ പോരതെങ്ങനെ പറഞ്ഞ് അതിന് ഖദീജ ബീവിന്റെ കഥ പറഞ്ഞു കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അത് ഖുർആൻ കൊണ്ട് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ മുശ്രിക്കായ ഒരു സ്ത്രീയെ കെട്ടുക, പിന്നെ അങ്ങോട്ട് മുസ്ലിമാക്കുക. മുശ്രിക്കത്തായ പെണ്ണ് എന്നുള്ളവർക്ക് മുശ്രിക്കത്തിനെ കെട്ടാനേ പാടില്ല. ഒന്ന് രക്ഷിതാവ് കാഫിറായ പിന്നെ ആ മുശ്രിക്കായാൽ ആ രക്ഷിതാവ് നിക്കാഹ് ചെയ്തു കൊടുത്താൽ സ്വയാവൂല. പിന്നെ പെണ്ണ് മുശ്രിക്കത്താണെങ്കിൽ ആ മുശ്രിക്കത്തിനെ കെട്ടലും സ്വയല്ല. സ്വഹീഹല്ലാത്ത ഇടപാട് നടത്തിയാല് പിന്നീട് അവര് മുസ്ലിമായിട്ട് കാര്യമില്ല. പിന്നീട് മുസ്ലിമായ നിലനിർത്തി പോരാൻ പറ്റൂല. കാരണം നീ മുസ്ലിമാണ് എങ്കില് ആ മുസ്ലിം ഒരിക്കലും ഒരു മുശ്രിക്കത്തിനെ കെട്ടിയിട്ട് പിന്നെ അവര് മുസ്ലിം ആയാല് സ്വഹിയാക്കുമെന്ന് ആര് പറഞ്ഞു? ഖുർആൻ പറയുന്ന മുശ്രിക്കത്തുകളെ കെട്ടാനേ പാടില്ലാന്ന്. പിന്നെ ഖദീജ ബീവി അത് ഈ ആയത്ത് ഇറങ്ങണ മുമ്പ് കെട്ടിയതാണ്. ഖദീജ ബീവിനെ അഞ്ഞ് മുശ്രിക്കത്താണെന്ന് സമ്മതിച്ചാല് ഖദീജ ബീവി മുശ്രിക്കത്താണോ അല്ലെന്ന് വേറെ ആക്കണം. അതൊക്കെ ആയത്തിറങ്ങണ മുമ്പാണ്. ആയത്തിറങ്ങണ മുമ്പത്തെ നിയമം ബാധകമല്ല. ആയത്തിറങ്ങിയ ശേഷം അത് പാടില്ല. അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വിവരമില്ല എന്നുള്ള വിവരമില്ലാത്ത കുറെ അന്തംഗമ്മികള് ഇവരുടെ നേതാക്കൾ എന്താ പറയുന്നതെന്ന് പോലെ അറിയില്ല. ഇതൊക്കെ കേട്ട് നിന്നുകൊണ്ട് അംഗീകരിച്ച് ലൈക്കും കമന്റ് കൊടുക്കുന്ന കുറെ പടുജാഹിലുകളും അള്ളാന്റെ ദീൻ ഇജ്മാഇന് വിരുദ്ധമായ പ്രവൃത്തി, ഖുർആന്റെ നസ്സിന് വ്യക്തമായി ഖുർആൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്ന ഇവര് മുശ്രിക്കനെ കെട്ടിയാൽ അവളെ മുശ്രിക്കാക്കിയാ മതി. വലിയ മുശ്രിക്കായാലും കുഴപ്പമില്ല, രക്ഷിതാവ് മുശ്രിക്കായാലും കുഴപ്പമില്ല, വിവാഹമൊക്കെ സഹിയാകും. കടുത്ത ഹറാമ് ചെയ്യാൻ വേണ്ടി ഫത്വ കൊടുക്കുന്ന ഈ പുരോഹിതന്മാർ, ഈ പിശാചുക്കൾ, ഈ വിവരം കെട്ടവർ, ഇവരുടെ നേതാക്കളുടെ ഫത്വയെങ്കിലും ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കൂടായിരുന്നു ഇവർക്ക്? ഖുർആൻ അറിയില്ലെങ്കിൽ, ഹദീസ് അറിയില്ലെങ്കിൽ ജാഹിലുകൾ മതം പറയാൻ വരുന്നു. ജാഹിലുകളെ നേതാക്കളാക്കുന്ന കാലം വരും.
ജുഹാല്, ജാഹിലല്ല പടുജാഹിലുകൾ, ജുഹാല് പമ്പര ജാഹിലുകൾ അവരേതാക്കളാക്കും. അവരോട് ഫത്വ ചോദിക്കുമ്പോ അവരാണ് ഫത്വ കൊടുക്കുക. അവര് പിഴച്ചവരായി, അവര് മറ്റുള്ളവരെയും ഇസ്ലാമിലില്ലാത്ത ഇജ്മാഇന് വിരുദ്ധമായ ഖുർആൻ നസ്സിന് വിരുദ്ധമായ ഫത്വകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അതിന് ലൈക്കും കമന്റും ചെയ്യുന്നവരെ നിങ്ങൾ കാഫിറായി പോകുന്നത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്തുപോയി ഖുർആനെ വെല്ലുവിളിക്കുകയാണ്, ഖുർആൻ നസ്സിന് വിരുദ്ധം പറയുകയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാനെ പേടിച്ചോ. ഇല്ലാത്ത ഫത്വകളുമായി യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തോന്നിയത് പറയുമ്പോ അള്ളാന്റെ ഖുർആന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.